ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്കുളമാണ് കേട്ടോ. ആക്കുളം ഇന്ന് നിങ്ങൾക്ക് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആക്കുളത്തൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയ്ക്ക് നമ്മുടെ ആ ഹോസ്പിറ്റലിലോട്ട് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലിരിക്കുന്ന ഹോസ്പിറ്റലാണ് എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ നിഷ് എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൽ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വ്യോമസേനയുടെയൊക്കെ ഓഫീസ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ വാഹനം നമ്മൾ നേരെ നമ്മുടെ വന്ന ഉടനെ ഗേറ്റിനകത്തോട്ട് കയറിയാൽ നമുക്ക് നേരെ പാർക്കിംഗ് സൗകര്യം എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ വേറെ പുറത്തൊന്നും വണ്ടി കൊണ്ടുപോകേണ്ട. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയ പാർക്കും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അത് നമ്മുടെ ഈ വൈകല്യമായിട്ട് വരുന്ന ആൾക്കാരുടെ പാർക്കും കാര്യങ്ങൾ അവർക്കായിട്ടുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിഷിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട് കേട്ടോ. നിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ് കേട്ടോ. ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സംഭാഷണ ഭാഷയും കേൾവിക്കുറവും ഉള്ള വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനുമായി സമർപ്പിച്ചിരിക്കുന്ന തന്നെ ഒരു സ്ഥാപനം. അത് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ 1997 സ്ഥാപിതമായി ഇത് കേരള സർവകലാശാലയുടെ ഒരു സ്വാശ്രയ കോളേജാണ് കേട്ടോ. ഒരു കോളേജ് കൂടെയാണ്. കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നമ്മൾ മുൻവശത്തൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ. ശ്രവണ വൈകല്യ നമുക്കറിയില്ലായിരുന്നു. അതുപോലെ അതെ, നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നമ്മളത് ഉള്ളിൽ കയറിയപ്പോ അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ അറിഞ്ഞത് കൊണ്ടാണ് വീഡിയോ ഇടുന്നത്. അതെ, ശ്രവണ വൈകല്യമുള്ള വിദ്യാർത്ഥികളും സാധാരണ ശ്രവണശേഷിയുള്ള വിദ്യാർത്ഥികളും ഒരേ ക്യാമ്പസ് പങ്കിടുന്ന ഒരു സംയോജിത ക്യാമ്പസ് നിഷിനുണ്ട് കേട്ടോ. ഈ അർത്ഥത്തിൽ തന്നെ ഇത് നമ്മുടെ ഈ നിഷിലെ അക്കാഡമിക് വിദഗ്ധർ സവിശേഷമാണ്. അവരുടെ മൊത്തത്തിൽ അവർ സവിശേഷമായിട്ടാണ് കാണുന്നത്. കേൾവി വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള ബാച്ചിലേഴ്സ് ലെവൽ കോഴ്സുകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഫൈൻ ആർട്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് എന്നീ ബിരുദ കോഴ്സുകൾ ഉൾപ്പെടുന്നു. മറുവശത്ത് ഓഡിയോളജിയിലും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിലും ബിരുദതലത്തിലും RCI അംഗീകൃത പ്രൊഫഷണൽ കോഴ്സുകളും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളും നിഷ് നൽകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അക്കാഡമിക് കോഴ്സുകൾ ബാച്ചലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജി, മാസ്റ്റർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജി, പിന്നെ ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി, കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ്, അത് ശ്രവണ വൈകല്യമുള്ളവർക്കായി. പിന്നെ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്, അതും അവർക്കായിട്ട് തന്നെയാണ്, നമ്മുടെ ശ്രവണ വൈകല്യമുള്ളവർക്കായിട്ട് തന്നെയാണ്. അതുകൂടാതെ ഇതെല്ലാം നമ്മൾ വൈകല്യമുള്ള ആൾക്കാർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജി, ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി, കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ്, അതും ശ്രവണ വൈകല്യമുള്ളവർക്കായിട്ടാണ്. പിന്നെ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്, അതും അവർക്കായിട്ടുള്ളത് തന്നെയാണ്. 1ാം വർഷ വിദ്യാർത്ഥികളാക്കി നിഷ് ഒരു മെൻറ്ററിങ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ അധ്യാപകനും 3-4 വിദ്യാർത്ഥികളെ ഉപദേശികളായിട്ട് നൽകുന്നുണ്ട്. ഉപദേശിയായിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ നിയന്ത്രണത്തിനായിട്ട് ഒരു അധ്യാപകൻ എടുക്കുന്നു, 3-4 പേർക്കായിട്ട്. 1ാം വർഷ വിദ്യാർത്ഥികളാക്കി നിഷ് ഒരു മെൻറ്ററിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് കൂടാതെ പിന്നെ 2012 ഡിസംബറിൽ നിഷിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം ആരംഭിച്ചു. അതിൽ 17 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു ആക്ടിവിറ്റി അധിഷ്ഠിത പഠന രീതിയിൽ വിദ്യാർത്ഥികൾ പ്രകടനക്കാരും അധ്യാപകരും ഫെസിലിറ്റേറ്റർമാരുമായി തീരുന്നുണ്ട്. കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കണ്ടല്ലോ, നിഷ് ഹോസ്പിറ്റൽ. ഇത് ഇവിടെ കണ്ടോ, ഫ്രണ്ട് വ്യൂ ആണ് കണ്ടോ. അടിപൊളിയല്ലേ കാണാൻ. ഓക്കെ, പക്ഷേ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ഇതുമായിട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.
താങ്ക്സ് ഫോർ വാച്ചിങ്.